ഡിയർ സ്റ്റുഡൻസ്, അടുത്ത ടോപ്പിക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്. അതുവരെയുള്ള ടോപ്പിക്കെല്ലാം നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. അതേപോലെ പ്രോബ്ലംസ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ആ രണ്ട് പ്രോബ്ലം ചെയ്ത് എഴുതിയിട്ട് ചെയ്ത് പഠിക്കുക. വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? എ ഗ്യാസ് ദാറ്റ് ഫോളോസ് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോ ലോ സ്ട്രിക്ട്ലി ഈസ് കോൾഡ് ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു ഗ്യാസ് ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോ ലോയും അനുസരിച്ചാണ് ഒരു ഗ്യാസ് നിലനിൽക്കുന്നതെങ്കിൽ ആ ഗ്യാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ് എന്ന് നമ്മൾ പറയും. ഇനി എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് നമുക്ക് നോക്കാം. By combining Boyle's law, Charles' law and Avogadro law, we get a general equation relating pressure, volume, absolute temperature and number of moles. This equation is called ideal gas equation. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. 3 ഇക്വേഷൻസ് നമുക്കറിയാം. ആ 3 ഇക്വേഷൻസിനെ എടുക്കുക. 1 ബോയിൽസ് ലോയുടെ ഇക്വേഷൻ, 2 ചാൾസ് ലോയുടെ ഇക്വേഷൻ, 3 അവഗാഡ്രോ ലോയുടെ ഇക്വേഷൻ. എന്താണ് ബോയിൽസ് ലോ പറയുന്നത്? വി ഈസ് പ്രപ്പോർഷണൽ ടു 1/p. അതായത് വോളിയം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. പ്രഷർ കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. രണ്ടാമത്തത് വോളിയം ഈസ് പ്രപ്പോർഷണൽ ടു ടി. ചാൾസ് ലോ പറയുന്നു. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. മൂന്നാമത്തത് അവഗാഡ്രോ ലോസ്. ആസ് ദ വോളിയം ഇൻക്രീസസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ ഗ്യാസ് ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ 3 ലോസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ. വി ഈസ് പ്രപ്പോർഷണൽ ടു 1/p. ചാൾസ് ലോ വി ഈസ് പ്രപ്പോർഷണൽ ടു ടി. അവഗാഡ്രോ ലോ വി ഈസ് പ്രപ്പോർഷണൽ ടു n. ഇനി ഈ 3 ഇക്വേഷൻസിനെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ കമ്പൈൻ ചെയ്യിപ്പിക്കുമ്പോൾ 3 സൈഡിലും നമുക്കറിയാം വി ആണ് 3ൻ്റെയും ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ വി ഈസ് പ്രപ്പോർഷണൽ ടു ന്യൂമറേറ്ററിൽ NT1 അല്ലേ, NT1. അപ്പോൾ 1 ഇവിടെ കാണിച്ചിട്ടില്ല, 1ന് പകരം അവിടെ ഒന്നും ഇട്ടിട്ടില്ല, ഡിവൈഡഡ് ബൈ പി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വി ഈസ് പ്രപ്പോർഷണൽ ടു NT ഡിവൈഡഡ് ബൈ പി. ഇനി ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി കഴിഞ്ഞൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, എന്താണ് ആ കോൺസ്റ്റൻറ്റ്? വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻ ടു NT/p. ഈ കോൺസ്റ്റൻറ്റിനെ എന്ത് വിളിച്ചു? ആർ എന്ന് വിളിച്ചു. വാട്ട് ഈസ് ആർ എന്ന് പറഞ്ഞാൽ? ആർ ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനെ ഇങ്ങനെ വിളിച്ചു, വി ഇസ് ഈക്വൽ ടു RNT ഡിവൈഡഡ് ബൈ പി. ഇനി പിയെ ഈ വിയുടെ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പി വി ഇസ് ഈക്വൽ ടു NRT എന്ന് നമ്മൾ എഴുതി. ദിസ് ഈസ് എന്താണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? പി വി ഇസ് ഈക്വൽ ടു NRT, where P is the pressure, V is the volume, N is the number of moles അല്ലെങ്കിൽ number of molecules, R is universal gas constant സ്ഥിരാങ്കമാണ്. അതേപോലെ തന്നെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ദെൻ വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? പി വി ഇസ് ഈക്വൽ ടു NRT. അതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇനി ഈ സ്ഥിരാങ്കമായ ആറിന് കുറച്ച് വാല്യൂസ് ഉണ്ട്. ആറിന് അവയുടെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഏത് യൂണിറ്റ് അനുസരിച്ച് അവർക്ക് കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. അതിന് വാല്യൂസ് കുറച്ച് വാല്യൂസ് എങ്കിലും നമ്മൾ കാണാതെ അറിയണം. കാരണം ഈ വാല്യൂസ് നമുക്ക് പ്രോബ്ലത്തിനകത്ത് ചെയ്യുന്നതാണ്. ഇനി R is equal to 0.821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. ഇതാണ് ഒരു ലിറ്റർ അറ്റ്മോസ്ഫിയറിൽ ആറിൻ്റെ വാല്യൂ 0.0821. ഇനി എർഗ് പെർ കെൽവിൻ പെർ മോളിൽ ആറിൻ്റെ വാല്യൂ 8.314 × 10⁻⁷. അടുത്തത് കലോറീസിൽ ആറിൻ്റെ വാല്യൂ R is equal to 1.987 കലോറീസ് പെർ കെൽവിൻ പെർ മോൾ. അടുത്തത് ജൂളിൽ പറയുമ്പോൾ ആറിൻ്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. അടുത്തത് പാസ്കൽ മീറ്റർ ക്യൂബിൽ പറയുമ്പോൾ R is equal to 8.314 പാസ്കൽ മീറ്റർ ക്യൂബ് പെർ കെൽവിൻ പെർ മോൾ.
ലിറ്റർ ബാറിൽ പറയുമ്പോൾ R is equal to 0.8314 ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ. ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ വാല്യൂവും ഫോർത്ത് വാല്യൂവുമാണ് കൂടുതലായിട്ടും പ്രോബ്ലത്തിനകത്തിൽ കണ്ടിട്ടുള്ളത്. ബാക്കി വാല്യൂസും കൂടി ഒന്ന് വായിച്ചു വെച്ചേക്കാം, ഇതും എഴുതിയെടുക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് അതില്ല, നിങ്ങൾക്ക് വാല്യൂസ് മാത്രം മതി. അടുത്തത് ഡെൻസിറ്റി ഓഫ് മോളാർ ഗ്യാസ് ആണ്. ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ് ഓഫ് എ ഗ്യാസ് നോക്കാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാന്ദ്രതയാണ്. മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ്സാണ്. ഒരു ഗ്യാസിൻ്റെ മോളിക്കുലാർ മാസിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. അപ്പോൾ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി നമുക്കിങ്ങനെ എഴുതാം, എൻ ആർ ടി ഇസ് ഈക്വൽ ടു പി വി എന്ന് വേണമെങ്കിലും എഴുതാം അല്ലേ. അപ്പോൾ എന്നിനെയും പി യെയും കൂടെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എൻ ബൈ വി ഇസ് ഈക്വൽ ടു പി ബൈ ആർ ടി എന്ന് നമുക്ക് ഇക്വേഷൻ എടുക്കാം. ഓക്കെ, ആ ഇക്വേഷനാണ് ഈ വന്നിരിക്കുന്നത്, കണ്ടല്ലോ. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെങ്ങനെ എഴുതാം, എൻ ആർ ടി ഇസ് ഈക്വൽ ടു പി വി. എൻ ഡിവൈഡഡ് ബൈ പി ഡിവൈഡ് ബൈ പി വി ഇസ് ഈക്വൽ ടു പി ബൈ ആർ ടി. ഇനി ഇവിടെ നമുക്ക് നോക്കാം, എൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് സ്മോൾ ലെറ്റർ എൻ? എൻ ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഗ്യാസിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ എന്നിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എൻ ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് അല്ലെങ്കിൽ വെയിറ്റ്, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. ഇനി ഈ ഇക്വേഷനെ നമ്മൾ എന്നിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എന്നിന് പകരം എം ബൈ എം വരുന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എം ഡിവൈഡഡ് ബൈ എം വി ഇസ് ഈക്വൽ ടു പി ബൈ ആർ ടി എന്ന് വരുന്നു. അതാണ് ആ ഇക്വേഷൻ കാണുന്നത്. എം ഡിവൈഡഡ് ബൈ എം ബൈ എം വി ഇസ് ഈക്വൽ ടു ആർ പി ബൈ ആർ ടി എന്ന് വരുന്നു. ഇനി മാസ് ബൈ വോളിയം എം ബൈ വി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഡെൻസിറ്റി എന്ന് പറയാം. ഡെൻസിറ്റി കാണുന്ന ഇക്വേഷൻ എന്താണ്? എം ബൈ വി, മാസ് ബൈ വോളിയം. അപ്പോൾ എം ബൈ വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡി എന്ന് കൊടുത്തിട്ട് ഡി ബൈ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു പി ബൈ ആർ ടി. ഡി ബൈ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു പി ബൈ ആർ ടി. ദെൻ ഈ ഇക്വേഷനിൽ നിന്ന് എം നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? എം ഇസ് ഈക്വൽ ടു ഡി ആർ ടി ബൈ പി. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? എം ഇസ് ഈക്വൽ ടു, ഇത് എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് മനസ്സിലായല്ലോ. എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? ഡി ആർ ടി ഇസ് ഈക്വൽ ടു പി എം എന്ന് എഴുതി. അപ്പോൾ പി എം ഇസ് ഈക്വൽ ടു എന്താണ്? ഡി ആർ ടി, പിന്നെ എം ഇസ് ഈക്വൽ ടു ഡി ആർ ടി ഡിവൈഡഡ് ബൈ പി. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഡി ആർ ടി ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഡി ആർ ടി ഇസ് ഈക്വൽ ടു പി എം, പിന്നെ പി എം ഇസ് ഈക്വൽ ടു ഡി ആർ ടി നമുക്ക് എഴുതാം. എം ഇസ് ഈക്വൽ ടു ഡി ആർ ടി ബൈ പി എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. ഡെൻസിറ്റി ഉപയോഗിച്ചുകൊണ്ട് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. എന്താണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എം ഇസ് ഈക്വൽ ടു ഡി ആർ ടി ബൈ പി. വട്ട് ഈസ് എം? എം ഈസ് ദി മോളാർ മാസ്, ഡി ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ്, R is the universal gas constant, T is the absolute temperature, P is the pressure of the gas. അടുത്തത് പാർഷ്യൽ പ്രഷർ. എന്താണ് പാർഷ്യൽ പ്രഷർ? When two or more non-reacting gases are placed in same container, the pressure exerted by each gas in a mixture is called partial pressure.
ഇപ്പം നമ്മൾ ഇവിടെ ഒരു കണ്ടെയ്നർ എടുത്തു. ഈ കണ്ടെയ്നറിനകത്തിൽ നമ്മൾ 2 വാതകങ്ങൾ നിറച്ചു, 2 ഗ്യാസസ് നിറച്ചു. എ എന്നും ബി എന്നും പറയുന്ന 2 ഗ്യാസസ് നിറച്ചു. ഈ 2 ഗ്യാസസും പരസ്പരം റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല, പരസ്പരം റിയാക്ട് ചെയ്യാത്ത ഗ്യാസസ് ആണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ നോൺ റിയാക്റ്റിംഗ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ റിയാക്റ്റിംഗ് ഗ്യാസസ് നമ്മൾ ഇതിനകത്ത് നിറച്ച് കഴിഞ്ഞാൽ ഈ വാതകങ്ങൾക്ക് എന്തുണ്ട്? പ്രഷറുണ്ട്. എ എന്ന് പറയുന്ന ഗ്യാസ് പ്രവഹിക്കുന്ന പ്രഷറും ബി എന്ന് പറയുന്ന ഗ്യാസ് പ്രവഹിക്കുന്ന പ്രഷറും, അതായത് ഓരോ ഗ്യാസിൻ്റെയും പ്രഷറിനെയാണ് എന്ത് പേര് പറയുന്നത്? പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. എയുടെ പ്രഷറിനെ എയുടെ പാർഷ്യൽ പ്രഷർ പി എ എന്ന് വിളിക്കും. ബിയുടെ പ്രഷറിനെ എന്ത് പറയും? ബിയുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ബി പി ബി എന്ന് വിളിക്കും. അപ്പോൾ വാട്ട് ഈസ് പാർഷ്യൽ പ്രഷർ? വെൻ 2 or more നോൺ റിയാക്റ്റിംഗ് ഗ്യാസസ് ആർ പ്ലേസ്ഡ് ഇൻ സെയിം കണ്ടെയ്നർ. അപ്പോൾ ഇവിടെ എന്താണ്? 2 നോൺ റിയാക്റ്റിംഗ് ഗ്യാസസ് ആർ പ്ലേസ്ഡ് ഇൻ സെയിം കണ്ടെയ്നർ. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ പി ഈസ് കോൾഡ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഈസ് കോൾഡ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ. The pressure exerted by gas B is called the partial pressure of B എന്ന് പറയും. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ പ്രഷറിനെയാണ്, ഒരു ഗ്യാസ് പുറപ്പെടുവിക്കുന്ന പ്രഷറിനെയാണ് എന്ത് പേര് പറയുന്നത്? പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഈ പാർഷ്യൽ പ്രഷർ വെച്ചുകൊണ്ട് ഡാൾട്ടൺ ഒരു ലോ കണ്ടുപിടിച്ചു. എന്താണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ? എന്താണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ? നമുക്ക് നോക്കാം. The law states that at a constant temperature, the total pressure exerted by the mixture of non-reacting gases is equal to the sum of the partial pressures of individual gases. എന്താണ് പറഞ്ഞതെന്ന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. നമ്മളിവിടെ ഒരു കണ്ടെയ്നർ എടുത്തു, നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് 2 ഗ്യാസസ് എടുത്തു, 2 നോൺ റിയാക്റ്റിംഗ് ആണ്. എയ്ക്കൊരു പ്രഷറുണ്ട്, അതിനെ നമുക്ക് പി എ എന്ന് വിളിക്കാം. ബിയുടെ പ്രഷർ എന്ന് പറയുന്നത് പി ബി എന്ന് വിളിക്കാം. ഇതിൻ്റെ മൊത്തം പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി എ പ്ലസ് പി ബി. ഓരോ ഗ്യാസിൻ്റെയും പ്രഷറിൻ്റെ സം എടുക്കുമ്പോൾ ആ മൊത്തം ഗ്യാസിൻ്റെ പ്രഷർ നമുക്ക് ടോട്ടൽ ഗ്യാസിൻ്റെ പ്രഷർ കിട്ടുന്നു. ദാറ്റ് ഈസ് ദി ടോട്ടൽ പ്രഷർ exerted by the mixture of non-reacting gases is equal to the sum of the partial pressures of individual gases. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടു കാണും. P1, ഞാൻ പി എക്ക് പകരം ഇവിടെ P1, പി ബിക്ക് പകരം P2 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. P1, P2, P3 etc. are the partial pressures of individual gases. Then the total pressure of the mixture of gases at the same temperature is given as P total is equal to P1 plus P2 plus P3 plus etc. ഓക്കെ, ഇനി നമുക്കിതിനെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? P is equal to nRT by വി. ഇങ്ങനെ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇത് പി എ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് P1 ആയതുകൊണ്ട് ഞാൻ P1 തന്നെ കൊടുക്കുന്നു. P1 ആണെങ്കിൽ എങ്ങനെ വരും? N1 RT ഡിവൈഡഡ് ബൈ V1. അതായത് വോളിയം വ്യത്യാസപ്പെടുന്നു, പ്രഷർ വ്യത്യാസപ്പെടുത്തുമ്പോൾ വോളിയം വ്യത്യാസപ്പെടും, നമ്പർ ഓഫ് മോൾസും വ്യത്യാസപ്പെടുന്നു. ഇനി P2 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? N2 ഡിവൈഡഡ് ബൈ RT ബൈ V2. അങ്ങനെയാണെങ്കിൽ 2 ഗ്യാസിൻ്റെ ടോട്ടൽ പ്രഷർ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്? ടോട്ടൽ പ്രഷർ P is equal to എങ്ങനെയായിരിക്കും? P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ 2 ഗ്യാസ് എടുത്തത് P1ഉം P2. അപ്പോൾ എങ്ങനെ എഴുതും? P1 പ്ലസ് P2 is equal to N1 RT ഡിവൈഡഡ് ബൈ V പ്ലസ് N2 RT ഡിവൈഡഡ് ബൈ V എന്ന് എഴുതി. ദെൻ N1 പ്ലസ് N2 ഡിവൈഡഡ് ബൈ RT ബൈ V എന്ന് നമ്മൾ കൊടുക്കുന്നു. നമ്പർ ഓഫ് മോൾസ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്, വോളിയം അവിടെ സ്ഥിരമാക്കിയാണ് വെച്ചിരിക്കുന്നത്. നേരത്തെ ഇക്വേഷനകത്തിലും അത് മാറ്റിക്കോണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2 ഗ്യാസിൻ്റെ പ്രഷർ, 2 നോൺ റിയാക്റ്റിംഗ് ഗ്യാസസിൻ്റെ പ്രഷർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? N1 plus N2 into RT by V എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് എന്താണ്? ഇൻറ്റു ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നു. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഡാൾട്ടൺസ് ലോ. Dalton's law is used to calculate the pressure of a gas collected over water surface. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? വാട്ടർ സർഫസിൽ ഒരു പ്രഷറിൻ്റെ ഗ്യാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. Here
The gas is always moist. Therefore, the pressure of dry gas can be calculated by subtracting vapor pressure of water from the total pressure of the moist gas. അതായത് ഒരു വാട്ടറിൽ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാസിൻ്റെ പ്രഷർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വാട്ടറിൻ്റെ വേപ്പർ പ്രഷറിൽ നിന്നും എന്ത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി? മോയിസ്റ്റ് ഗ്യാസിൻ്റെ ടോട്ടൽ പ്രഷർ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. Pressure exerted by saturated water vapor is called aqueous tension. ഈ വാട്ടർ വേപ്പറിൽ നിന്ന് വരുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വാട്ടർ വേപ്പറിൻ്റെ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? അക്വസ് ടെൻഷൻ എന്ന് പറയുന്നു. ഡ്രൈ ഗ്യാസിൻ്റെ ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? പി ടോട്ടൽ മൈനസ് അക്വസ് ടെൻഷൻ ചെയ്യുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളുടെ വീഡിയോ കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിർബന്ധമായും പേര് കമൻറ്റ് ചെയ്യണം. ഞാൻ ആ പേര് കമൻറ്റ് ചെയ്യുന്നതിൽ നിന്നാണ് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ.